കിട്ടിരം പടം പറഞ്ഞാൽ സങ്കടം വന്ന് കരഞ്ഞു എന്ന് തന്നെ പറയാം. 2 പടം, വാഴ, നുണക്കുഴി. എന്റെ മനസ്സിൽ നുണക്കുഴിയാണ് ഉണ്ടായത്. കാരണം എന്താ വെച്ചാല് നമ്മളെ ജീത്തു ജോസഫിന്റെ പടം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രതീക്ഷിക്കുമല്ലോ. ഞാനും റിവ്യൂ റേറ്റിംഗ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് പടത്തിൽ പോകുക. അതിൽ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു 10ൽ 9 മാർക്കും കൊടുക്കാൻ പറ്റിയത് വാഴ. നുണക്കുഴിക്ക് ഞാനൊരു 7 മാർക്കേ കൊടുക്കും. ജീത്തു ജോസഫ് ആണ് സംവിധാനം ചെയ്തതെന്ന് പറയാത്ത രീതിയിൽ അത്ര ഒരു ക്ലാസ് ആയിരുന്നില്ല പടം. നുണക്കുഴി എന്നുള്ള പേര്, അതായത് ഫുള്ള് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് കോമഡി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ളൊരു പടമായിരുന്നു. പക്ഷെ എവിടെയല്ലോ കുറെ ആർട്ടിഫിഷ്യൽ കയറി വന്നു. ഡെപ്ത് ഇല്ലാത്ത പടം പോലെ ആയിപ്പോയി. ജസ്റ്റ് ചിരിക്ക സ്റ്റാൻഡേർഡ് നോക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ചളി പോലെ ഇങ്ങനെ കള്ളം വെട്ടത്തിലെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഉണ്ടാക്കിയ പോലത്തെ ഒരു ചിരിയോളം എന്നുള്ള രീതിയിൽ പോയി കാണാൻ താല്പര്യമില്ലവർക്ക് നുണക്കുഴി കാണാം. എന്നാലും വാഴ ഒരിക്കലും മിസ്സാക്കരുത്. അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഞാൻ പോയതെങ്കിലും കിട്ടിരം പടം നമുക്ക് ഒരിക്കലും മിസ്സാക്കണ്ട. തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ. കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലോ ഉണ്ട് പടത്തിൽ. ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയി ജീവിതത്തിൽ സക്സസ് ആവാത്ത, തോൽവി അറിഞ്ഞ് ജോലി കിട്ടാത്ത ഒരു ഫ്രസ്ട്രേഷനിൽ നടക്കുന്നതും അവരായ സുഖങ്ങളും ദുഃഖങ്ങളും നല്ല രീതിയിലുള്ള ഒരു പടമാണ്. അതിൽ ഇന്റർവെല്ലിന് ശേഷം ഒരു ടച്ചിങ്, മകനൊന്നും എത്തില്ല എന്നുള്ള സങ്കടം, അച്ഛനും എനിക്കൊന്നും ആവാൻ പറ്റിയില്ലല്ലോ, എന്നെ കൊണ്ട് അച്ഛനൊന്നും ഒരു ഉപകാരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം മകനും കൊടുക്കുന്ന തരത്തില് ഒരു 15 മിനിറ്റ് ഒരു ടച്ചിങ് സാധനം കൊണ്ടുവന്ന് എന്റെ മോനെ കണ്ണ് നിറഞ്ഞു. പറഞ്ഞാൽ സങ്കടം വന്ന് കരഞ്ഞു എന്ന് തന്നെ പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞ 2 പടം. ഒന്ന് ഈ വാഴയിലെ ആ ഒരു അച്ഛൻ മകൻ സീൻ കാണിക്കുമ്പോൾ ഒരു ടച്ചിങ് നല്ല ഡെപ്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സുഡാനി ഫ്രം നൈജീരിയ, സൗബിന്റെ ഒരു പടം ഉണ്ടല്ലോ, അതിൽ ലാസ്റ്റ് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു സെന്റിമെന്റ്സ് കാഴ്ചയില്ലേ, ആ സമയത്ത് നല്ല ടച്ചിങ് വന്നു. അതുപോലെ ഇതും, അത് ആ പടം ഫുള്ളി ഇരുന്ന് കാണുമ്പോഴേ നമുക്ക് ആ ഡെപ്ത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. കാരണം ആ ഒരു സീൻ മാത്രം ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് നോക്കി തപ്പി കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഡെപ്തും കിട്ടൂല, കരച്ചിലും വരില്ല. അതേപോലെ തന്നെ ഈ പടത്തിലായാലും ആ പടത്തിനെ മൊത്തം ഉൾക്കൊണ്ടിട്ട് ആടത്തെത്തുമ്പോഴേ ഇരുന്ന ഇരിപ്പിൽ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് വീട്ടിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചിപ്സിൽ നിന്നുകൊണ്ട് ആരോടും മിണ്ടിക്കൊണ്ടെല്ലാം കാണുമ്പോൾ അത്ര ഡെപ്ത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് വാഴ ഒരിക്കലും മിസ്സാക്കണ്ട, മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണ്. ബൈ.